ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കിവിടെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഫ്രൈഡ് ബന്നാട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഈവനിങ് സ്നാക്സിനായാലും അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ഡിന്നറിനോ ലഞ്ചിനോ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ബന്നാണ്. നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രൈഡ് ബന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ 250 ml കപ്പിൽ 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടേബിൾ സ്പൂൺ ഇത്ര പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഇത്ര മെൽറ്റഡ് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇത്ര ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 80 ml കപ്പിൽ 1 കപ്പിൻ്റെ അത്ര പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പാലല്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അത്ര പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല രീതിയിലാണ് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഈ ഒരു രീതിക്കാണ് വേണ്ടിയത്. ചപ്പാത്തിനെ പോലെ പറ്റ ഡ്രൈ ആയി പോകരുത്. കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് വേണം നമ്മളെ മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചടച്ച് ഏകദേശം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടുക. അതൊന്ന് റെസ്റ്റായി കിട്ടുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ബന്നിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മസാല ബന്നാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതുപോലത്തെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇത്ര ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇത്ര ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇത്ര ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഇതുപോലെ ഒന്ന് കുഞ്ഞു കഷ്ണങ്ങളാക്കി ഒന്ന് പിച്ചി കൊടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇവിടെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പൊരിക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ പുതിയ ചിക്കൻ വാങ്ങിയിട്ടാണ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇത്ര ചിക്കൻ മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഇത്ര മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇത്ര കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയി കിട്ടുമ്പോഴത്തേന് നമ്മളെ മസാല നല്ല പോലെ തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചില്ലേ ആ ഒരു മാവ് എന്തായി നോക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ മാവ് നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. ഈ മാവ് ഇപ്പോൾ കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കയ്യിൽ ആദ്യം കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് വേണം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം കുഴക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് സൈസിലാണോ ബന്ന് വേണ്ടത് ആ സൈസിനെ കണക്കായിട്ട് ഒന്ന് ബോൾ പിടിച്ച് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 3 കപ്പാണല്ലോ മൈദ എടുത്തത്. ആ ഒരു ക്വാണ്ടിറ്റി പ്രകാരം നമുക്ക് കറക്റ്റായിട്ട് 7-8 ബന്നാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുക കേട്ടോ. ഞാൻ കുറച്ച് വലിയ ബന്നാണ് പ്രിപ്പയർ ചെയ്യണത്. നിങ്ങൾ സൈസ് കുറച്ച് ചെറുതാക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10 ബന്നോളം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് പൊടി ഇട്ടിട്ട് ചെറുതാക്കി ഒന്ന് ഇത് പരത്തിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ഇതുപോലെ ബോൾ പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കെല്ലാം ചെയ്യില്ലേ അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കണമെന്നില്ല. ഇതുപോലെ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കാരണം നമ്മളിതൊന്നും കൂടി പരത്തിയിട്ട് പിന്നെയും ഒന്നും കൂടി ഇത് ബോൾ പിടിക്കുന്നുണ്ട്. കാരണം മസാല ഒന്ന് വെച്ച് സെറ്റ് ചെയ്യാനുണ്ടല്ലോ. ഈ രീതിക്ക് നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ റോള് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ പരത്തിയെടുക്കുക. നല്ല പോലെ കനം കുറക്കരുത്, നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാകണം. ഈ ഒരു കട്ടിക്ക് നമുക്ക് കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മാവ് കുഴക്കുന്ന സമയത്ത് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് തന്നെ കുഴക്കണം എന്ന് പറഞ്ഞത്. നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ല പോലെ തന്നെ ഒട്ടി കിട്ടൂല. അത് ഈ രീതിയിൽ എവിടെയെല്ലാം നിങ്ങൾക്ക് ഗ്യാപ്പ് കാണുന്നത് അവിടെ എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ രീതിയിൽ ഒന്ന് നുള്ളി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായി കിട്ടും. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മാവും ഒന്ന് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ.
ഇതുപോലെ നമ്മൾ ബന്ന് കറക്റ്റായിട്ടൊന്ന് ഫില്ലിംഗ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റും കൂടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മളെ മാവ് ഒന്നും കൂടി പൊന്തി കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാണ്ടാവും, നമ്മൾ നേരത്തെ ബോൾ പിടിച്ച പോലെയല്ല, അതിനേക്കാളും കുറച്ചും കൂടി വലിയ സൈസായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് ഡീപ് ഫ്രൈ ചെയ്യാൻ പാകത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഓയിൽ ഒരു മീഡിയം ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ബന്ന് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ബന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ പാടന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫുള്ളായിട്ട് എണ്ണ കോരി ഒഴിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എല്ലാ ഭാഗത്തും ഒരേപോലെ പൊന്തി വരുള്ളൂ. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും വെന്ത് എല്ലാ സൈഡും ഒരേപോലത്തെ കളറായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ബന്ന് ഇട്ട് കൊടുക്കരുത്. എണ്ണ ഒരു മീഡിയം ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ അതിലേക്ക് ബന്ന് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നല്ല പോലെ ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ബന്നിൽ പെട്ടെന്ന് തന്നെ ക്രാക്ക് വന്നു പോകും. അതുപോലെ തന്നെ ഉള്ളു ശരിക്ക് വെന്ത് കിട്ടില്ല. അപ്പോൾ അത് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ സൈഡും ഒരേപോലെ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ നമ്മളെ ബന്ന് കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതേപോലെ ബാക്കിയുള്ള എല്ലാ ബൻസും ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബന്നാണിത്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിനോ, ഇനി അതും അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതൊന്ന് കഴിച്ചാൽ തന്നെ വയറ് നല്ല ഫില്ലാട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ മസാലയെല്ലാം വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബന്നാണിത്. നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവുണ്ടാവും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ഒരു രീതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുമുള്ള ഈ ഒരു ബന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.